നീ സത്യം പറഞ്ഞാൽ നിന്നെ ഇപ്പോൾ തന്നെ ബന്ധനത്തിൽ നിന്നും അഴിച്ചുവിടാം. സീതാന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഒരു ബ്രഹ്മാസ്ത്രത്തിനാലും എനിക്ക് മരണമില്ല. അരുതരുതു ദുരിതമിത് ദൂതനെ കൊല്ലുകെന്നാർക്കെടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ. ഇനി വേഗം വാല് തീ കൊളുത്തുക, ഒട്ടും താമസിക്കണ്ട. രഘുകുല തിലകൻ ഇവിടെ വന്ന് പൊരുതി രാവണനെ വധിച്ചിട്ട് വേണം എന്നെ കൊണ്ടുപോകാൻ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. നമസ്കാരം സാർ. നമസ്തേ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മനോഹരമായ ഈ കഥാകഥനം അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സുന്ദരകാന്ഡത്തിൻ്റെ അവസാന പാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ, കേൾക്കാൻ ഇമ്പമുള്ള ഒരു ഭാഗമാണ് സുന്ദരകാന്ഡം. അതിൻ്റെ അവസാന ഭാഗമാണ്. ഈ ഭാഗത്ത് ഹനുമാൻ രാവണൻ്റെ സന്നിധിയിൽ, രാവണ സഭയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഭാഗത്താണ് നാം ഉള്ളത്. ഏറ്റവും വളരെ നല്ല രീതിയിൽ അധ്യാത്മരാമായണത്തിൽ വിശദീകരിച്ചിട്ടുള്ള ലങ്കാദഹന ഭാഗം അതും ഈ ഭാഗത്താണ്. ഈ കഥകളൊക്കെ, അതിനുശേഷം ഹനുമാൻ്റെ പ്രത്യാഗമനം, ഈ കഥകളൊക്കെ അങ്ങ് ഒന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ആഞ്ജനേയനെ ബന്ധിച്ച് രാവണ സന്നിധിയിൽ എത്തിച്ചത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതെ അതെ. അപ്പോൾ രാവണൻ്റെ തന്നെ സൈന്യാധിപനായിരിക്കുന്ന പ്രഹസ്തൻ ചോദിച്ചു ആഞ്ജനേയനോട്, സത്യത്തിൽ ആരാണ് നീ? ആരാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എന്താണ് നിൻ്റെ വരവിൻ്റെ ഉദ്ദേശം ചോദിച്ചു. അങ്ങനെ പ്രഹസ്തൻ്റെ ചോദ്യം, അപ്പോൾ നീ സത്യം പറഞ്ഞാൽ നിന്നെ ഇപ്പോൾ തന്നെ ബന്ധനത്തിൽ നിന്നും അഴിച്ചുവിടാം, കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതി. അപ്പോൾ രാക്ഷസ സൈന്യാധിപൻ്റെ ഒരു ന്യായമായ ചോദ്യമാണല്ലോ, നീതിപൂർവമായിട്ടുള്ള ചോദ്യമാണ് ആ വാക്കുകൾ. അത് കേട്ടപ്പോൾ ഹനുമാൻ രാമനെ ധ്യാനിച്ചു, മനസ്സുകൊണ്ട് ശ്രീരാമനെ നമസ്കരിച്ചു. എന്നിട്ട് വിഷയം പറഞ്ഞു, രാമദൂതനാണ് ഞാൻ, ശ്രീരാമൻ തന്നെയാണ് എന്നെ പറഞ്ഞയച്ചത്. രാവണൻ കള്ളവേഷം കെട്ടി സീതയെ അപഹരിച്ചു കൊണ്ടുവന്നു. സീതാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുശേഷം എല്ലാം കൃത്യമായിട്ട് പിന്നെ രാമനും ലക്ഷ്മണനും എവിടെയൊക്കെ പോയി, ഏതൊക്കെ ആശ്രമത്തിൽ പോയി, അത് കഴിഞ്ഞിട്ടുള്ള സുഗ്രീവ സഖ്യം, അതിനുശേഷം ബാലി നിഗ്രഹം, അങ്ങനെയുള്ള ആ സംഗതികൾ കൃത്യമായിട്ട് എല്ലാം ക്രമത്തിൽ എല്ലാം പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, രാമന് തുല്യനായിട്ട് ലോകത്തിൽ വേറെ ആരുമില്ല, അത്ര ശക്തനാണ്. അതുകൊണ്ട് ഞാൻ ആ രാമദൂതനായിട്ടാണ് വന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ ആക്രമിച്ചപ്പോൾ പ്രാണഭയമില്ലാത്ത ആരാ ഉള്ളത്? മരണഭയം. അതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്രമിച്ചത്. എന്നെ ആക്രമിച്ചവരെയൊക്കെയാണ് ഞാൻ നിഗ്രഹിച്ചത്. അങ്ങനെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അങ്ങയുടെ ഭൃത്യ സമൂഹത്തെ മുഴുവൻ ഞാൻ നിഗ്രഹിച്ചു. നിന്റെ മകൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം, ആ ബ്രഹ്മാസ്ത്രം കണ്ടപ്പോൾ ഞാൻ അരക്ഷണം കൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിന് വഴങ്ങുകയാണ് ചെയ്തത്. അല്ലാതെ എനിക്ക് ഒരു ബ്രഹ്മാസ്ത്രത്തിനാലും എനിക്ക് മരണമില്ല. എന്നെ ആർക്കും നിഗ്രഹിക്കാനും സാധ്യമല്ല. എനിക്ക് ഒരിക്കലും പരാജയമില്ല. പക്ഷേ എനിക്ക് ബന്ധനസ്ഥന എന്ന നാട്യത്തിൽ ഞാൻ വന്നതാണ്. അങ്ങനെ നാട്യത്തിൽ ഞാൻ ഇവിടെ വന്നത് നിനക്ക് ഹിതോപദേശം ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ്. നിന്നെ പറഞ്ഞു മനസ്സിലാക്കണം. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. കാരണം അറിവ് കുറവുള്ളവരുടെ അജ്ഞത നീക്കേണ്ടത് അറിവുള്ളവരുടെ ചുമതലയാണ്. എന്ന് വെച്ചാൽ നീ വിവരം കെട്ടവനാണ്. അതെ. അതുകൊണ്ട്
അജ്ഞാനികൾക്ക് മോക്ഷപ്രദമായിരിക്കുന്ന ആത്മോപദേശം നൽകേണ്ടത് കരുണാശാലികളായിട്ടുള്ള മഹാത്മാക്കളുടെ ധർമ്മമാണ്. പിന്നെ ഈ ലോകഗതിയെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക. ഈ മഹാസമുദ്രത്തിലൊന്നും മുഴുകിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് രാക്ഷസീയ ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക, ദൈവികമായിട്ടുള്ള മാർഗത്തെ സ്വീകരിക്കുക. അപ്പോൾ ജനന മരണ ഭയങ്ങളൊക്കെ ഇല്ലാതാകും, സാംസാരിക ക്ലേശങ്ങളൊക്കെ തീർത്തുമില്ലാതാകും. അതാണ് വേണ്ടത്. അതുകൊണ്ട് തത്വബോധത്തെ സ്വീകരിക്കൂ രാവണ. ആഞ്ജനേയൻ പറയാണ്, തത്വബോധത്തെ സ്വീകരിക്കുക. കാമം, കോപം, ദ്വേഷം, ലോഭം, മോഹം ഇങ്ങനെയുള്ളതായിട്ടുള്ള ദുർവികാരങ്ങളെയെല്ലാം ഉപേക്ഷിക്കുക. ശരിക്കും അതൊരു ഉപദേശമാണല്ലേ മറ്റു ഭാഗങ്ങൾ? ശരിക്കും ഗംഭീരമായിട്ട് പറഞ്ഞ കാമ, കോപ, ദ്വേഷ, ലോഭമോഹാദികൾ കമലഭവസുതനയ നന്ദനാകയാൽ കർപ്പുരഭാവം പരിഗ്രഹിക്കായിക നീ ധനുജ സുരമനുജ ഖഗമൃഗഭുജ ഭേദേന ദേഹാത്മബുദ്ധിയെ സന്ത്യജിച്ചിടു നീ. അങ്ങനെയുള്ള ഇതൊക്കെ ഉപേക്ഷിക്കുക, ദേഹാത്മചിന്ത ഉപേക്ഷിക്കുക. നിരാകാരനായിരിക്കുന്ന ആ ആത്മാവ് പരബ്രഹ്മം തന്നെ പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ. ഈ പ്രാണദേഹാദികളൊന്നും ആത്മാവല്ല. ലക്ഷ്മണന് ശ്രീരാമചന്ദ്രൻ കൊടുത്ത ഉപദേശം പോലെ തന്നെ അതേപോലെയുള്ള തത്വഗർഭിതമായിട്ടുള്ള ഉപദേശം തന്നെയാണ്. അങ്ങനെ ഗംഭീരമായിട്ട് ഉപദേശിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. പിന്നെ ശരിക്കും എങ്ങനെയാണ് ഒരു 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 ജീവഗതി എന്താണ്, ആ ജീവഗതി എന്താണ് എന്നും ഇതേപോലെ രാവണന് വിസ്തരിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഭാഗമാണത്. അപ്പോൾ എല്ലാം പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു, ആ ഉള്ളിൽ വിഷ്ണുഭക്തി ഉണ്ടാകണം. ആ വിഷ്ണുഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ രാമപദധ്യാനം ഉള്ളിലുറയ്ക്കയും അറിവ് അകതളിലൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാലാശു നീ ഭജ ഭവഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണു പാദാംബുജം. വിഷ്ണു പാദാംബുജത്തെ ധ്യാനിക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞു. അപ്പോൾ രാവണൻ ഈ ഉപദേശം കേട്ടിട്ടുണ്ട് കിട്ടുകിട്ട് വിറയ്ക്കുകയാണ്. കിട്ടുകിട്ട് വിറച്ചുകൊണ്ട് ആ 20 കണ്ണുകളിൽ നിന്നും തീക്കനൽ ഇങ്ങനെ ചിതറുന്നത് പോലെ എന്ന് പറയുന്നുണ്ട് അവിടെ. ആ അതിഘോരമായിട്ടുള്ള ആ ദേഷ്യത്തോടു കൂടിയിട്ട് പറഞ്ഞു, ഇവനെ വെട്ടി നുറുക്കണം. ഏതുപോലെ എന്ന് പറയുന്നുണ്ട്, എള്ളിൻ്റെ മണികളെ പോലെ അത്രയും ചെറുതായിട്ട് ഇവനെ വെട്ടി 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 നുറുക്കുക. ഇത്രയും ധിക്കാരം ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവൻ്റെ കഥ കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, നിൻ്റെ മനോവിചാരമൊക്കെ നന്നായിട്ടുണ്ട്, കൊള്ളാം. നിന്നെപ്പോലെ രാക്ഷസ രാജന്മാർ എന്ന് അഹങ്കരിക്കുന്ന 100,000 രാവണന്മാർ ഒരുമിച്ച് വന്നാലും എൻ്റെ ഒരു ചെറു വിരല് പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിന്നെ നീ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അകമ്പടിക്കാരോട് അപ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ ഈ കള്ളനെ കൊല്ലാൻ രാക്ഷസന്മാരാരും ഇല്ലേ? എന്താ ഇത്രയും താമസം? അപ്പോൾ തന്നെ രാക്ഷസന്മാർ കൊല്ലാനായിട്ട് അടുത്തേക്ക് ചെന്നു. അപ്പോൾ വിഭീഷണൻ ഇടപെട്ടു. വിഭീഷണൻ പറഞ്ഞു, അരുതരുതു ദുരിതമിത് ദൂതനെ കൊല്ലുകെന്നാർക്കെടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ. ദൂതനെ കൊല്ലാൻ പാടുണ്ടോ? അധർമ്മമല്ലേ? ഇവനെ ഭയം ഇവിടെ വിരവോടു കൊന്നിടിനാലെങ്ങനെ അങ്ങറിയുന്നിതു രാഘവൻ. ഇവനെ ഇപ്പോൾ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കുറിച്ചോ നമ്മുടെ ശക്തിയെക്കുറിച്ചോ നമ്മുടെ ഇതിനെക്കുറിച്ചോ പിന്നെ രാമനെ എങ്ങനെ അറിയിക്കാൻ പറ്റും? അതെ. അതുകൊണ്ട് ഇവനെ കൊല്ലുന്നത് ബുദ്ധിയല്ല, പിന്നെ ദൂതനെ കൊല്ലുന്നത് അധർമ്മവുമാണ്. അതുകൊണ്ട് ഇവനിവിടെ വധിച്ചാൽ ശ്രീരാമന് ഇതൊന്നും അറിയുകയില്ല. അതുകൊണ്ട് ഇവന് ഒരടയാളം ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങോട്ട് അയക്കണം, മുറിവുണ്ടാക്കണം. അതെ, അതാണ് രാജോചിതമായിട്ടുള്ള പ്രവൃത്തി എന്ന് ആര്
വിഭീഷണൻ പറയുന്നു. അപ്പോൾ വിഭീഷണൻ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് രാവണൻ കൽപ്പിച്ചു. മുഖത്തോ കൈകാലുകളിലോ അല്ല, വാനരന്മാരുടെ ശൗര്യം വാലില്ല. അതുകൊണ്ട് വാലിന് തുണി കൊണ്ട് ചുറ്റി തീ കൊളുത്തി അവനെ കൊണ്ടു നടക്കുക. ഈ ലങ്ക മുഴുവൻ അവൻ എല്ലാവരും കൊണ്ടു നടക്കുന്ന രീതിയിൽ എല്ലാവരും കാണണം. രാത്രിയിൽ വന്ന കള്ളൻ ഇവനാണ് എന്നെല്ലാ ദിക്കുകളിലും കേൾക്കുന്ന വിധം ഉറക്കെ വിളിച്ചുകൊണ്ട് ഇവനെ നടത്തണം. അപ്പോൾ അന്തസ്സില്ലാത്ത കുലദ്രോഹിയാണ് ഇവൻ എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇവൻ അന്തസ്സില്ലാത്തവനാണ്, കുലദ്രോഹിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റു വാനരന്മാരും ഇവനെ ഉപേക്ഷിക്കും. അപ്പോൾ എണ്ണയും നെയ്യും ഒക്കെ കൊണ്ടുവന്ന് ആ കുതിർത്ത വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ആ വാലിലൊക്കെ നന്നായിട്ട് മുറുകെ ചുറ്റി. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഹനുമാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. ചുറ്റട്ടെ 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 എന്നുള്ള നിലയിൽ ഈ ചുറ്റി ചുറ്റി വസ്ത്രങ്ങളൊക്കെ തീർന്നു. ഇനി വസ്ത്രമില്ല. ചുറ്റാൻ വസ്ത്രം വേണ്ടേ? എല്ലാ വീടുകളും സൂക്ഷിച്ചിരുന്ന പട്ടുവസ്ത്രങ്ങളും കൂടി തേടി പിടിച്ച് കൊണ്ടുവന്ന് ചുറ്റി, അതും തീർന്നു. പിന്നെയും വാല് ശേഷിച്ചിട്ടുണ്ട്. കിട്ടിയ തുണികളെല്ലാം കൊണ്ടുവന്ന് ചുറ്റി എണ്ണ നെയ്യ് ഇതിലൊക്കെ നനച്ചെടുത്തു. എല്ലാം കൊണ്ടുവന്ന് ഇവൻ്റെ ധിക്കാരം കണ്ടില്ലേ? ഇനിയിപ്പോൾ നമ്മൾ ലങ്കയിൽ ഇനി വസ്ത്രമൊന്നും ബാക്കിയില്ല. ലങ്കയിലെ വസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞു, എണ്ണയും തീർന്നു. ഈ വാലില് വാലിൽ ചുറ്റി ചുറ്റി ചുറ്റിയിട്ടേ എല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും ബാക്കിയില്ല. അലമലം അലമലം ഇതമലൻ ഇവൻ എത്രയും ദിവ്യനീതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. ഇവൻ ആളൊരു ദിവ്യനാണ്, അതുകൊണ്ട് സർവനാശം വരുത്തി വയ്ക്കാനുള്ള കുസൃതി ആർക്ക് തോന്നിയതാണ് എന്ന് ചില രാക്ഷസന്മാരപ്പോൾ തന്നെ കമൻ്റ് പറയും ചെയ്തു. അത്രേ മതി, ഇത് അപകടകാരിയാണ്. എന്തായാലും വസ്ത്രം മതിയാവില്ല, ഇനി വേഗം വാലില് തീ കൊളുത്തുക, ഒട്ടും താമസിക്കണ്ട. ഇവൻ്റെ വാല് മുഴുവൻ ചുറ്റാം എന്ന് ആരും വിചാരിക്കണ്ട, നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വാലിൽ തീ കൊളുത്തി, വാലിൻ്റെ അറ്റത്ത് തീ കൊളുത്തി. കരുത്തനായിട്ടുള്ള ഹനുമാനെ ഒരു ദുർബലനെ എന്നതുപോലെ തുണ്ട് കയറുകൊണ്ട് മുറുക്കി കെട്ടി. എന്നിട്ട് എടുത്ത് മുറുക്കി കെട്ടി എടുത്ത് ഉയർത്തി. അപ്പോൾ രാക്ഷസന്മാർ ഇതാ ഒരു കള്ളൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ആ നഗരവീതിയിലൂടെ അങ്ങ് പോവാണ്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? അവനെ ശരീരം എന്ത് ചെയ്തു? ശരീരം വാലപ്പോൾ ഒരു പർവ്വതാകാരമാക്കിയിട്ട് ആദ്യം ഇങ്ങോട്ട് വളർത്തി, അത് കഴിഞ്ഞിട്ടോ ഒരു കൃശഗാത്രനായിട്ട് അങ്ങോട്ട് മാറി. അപ്പോൾ ഈ ശരീരത്തുള്ള കയറുകൾ ഇതെല്ലാം അഴിഞ്ഞുപോയി, എല്ലാം അഴിഞ്ഞങ്ങോട്ട് പോയി. പിന്നെ കെട്ടുകളെല്ലാം പൊട്ടി, ബന്ധമുക്തനായി. പിന്നെ ഒട്ടും താമസിച്ചില്ല, അവരുടെ കയ്യിൽ നിന്ന് നേരെ അങ്ങോട്ട് കുതിച്ചു. അപ്പം തന്നെ കുതിച്ചു വന്നു, തന്നെ എതിർക്കാൻ വന്ന രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ച് നേരെ ഗോപുരത്തിൻ്റെ മുകളിലേക്ക്. പിന്നെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് കുതിച്ച് ചാടി ആ കനകമയമായ രത്നമയമായ, അങ്ങനെയാണല്ലോ ലങ്ക മുഴുവൻ രത്നങ്ങളും കനകവുമാണ്, കുബേര രാജധാനിയോട് കിടപിടിക്കുന്നതാണ്. അതാണ് അത്ഭുതകരമാണ്. അങ്ങനെയുള്ള സകല രത്നമയമായിട്ടുള്ള മാളിക എല്ലാം ചുട്ട് ചാമ്പലാക്കി. സകല സ്ഥലങ്ങളും കുതിരാലയങ്ങൾ, രഥപ്പുരകൾ, പടപ്പാളയങ്ങൾ, പിന്നെ സുന്ദര ഹർമ്മ്യങ്ങൾ എല്ലാം ചുട്ടു. അഗ്നിജ്വാലകൾ കൊണ്ട് മുഴുവൻ എവിടെ മുഴുവൻ വ്യാപിച്ചു. അപ്പോൾ ആ സുന്ദരിമാർ, അവർ രാക്ഷസിമാർ, അവരെല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി. തലമുടിക്കെട്ടും ഉടുതുണിയും കൈകാലും ഒക്കെ തീയേറ്റു, വെന്ത് മരിച്ചു വീഴാൻ തുടങ്ങി. പൊള്ളൽ സഹിക്കാൻ പറ്റാതെ ആൾക്കാർ മുഴുവൻ പരിഭ്രാന്തരായിട്ട് നെട്ടോട്ടം ഓടാൻ തുടങ്ങി. അപ്പോൾ എവിടെയും അപകടം, എല്ലാവരും ആർത്തരച്ച് കലയാണ്, കരച്ചു. അപ്പോൾ ആ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടാവും. ഉണ്ണി നിന്നെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബന്ധുമിത്രാദികൾ പരസ്പരം കരയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്നതും ഒക്കെ അവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആ ഭാഗം മനോഹരമായിട്ട് നിശിചരികൾ ബഹുവിധം ഓരോന്ന് പറകയും നിൽക്കും നിലയിലെ ബന്ധു മരിക്കയും ശരണമിഹക്കിമിതി പല വഴിയും ഉടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴയും രഘുകുലം വരേഷ്ടദൂതൻ ത്രിയാമാചര രാജ്യമെഴുന്നൂറു യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുത ഭോജനം നൽകിനാൻ സന്തുഷ്ടനായതു പാവകദേവനും ലഘുതരം അനിലതനയൻ അമൃതനിധി തന്നിലേ ലാങ്കൂലവും തച്ചു തീ പൊലിച്ചിടിനാൻ
പവനജനു ദഹനനപി ചുട്ടതില്ലേതുമേ പാവകനിഷ്ഠ സഖീയാക കാരണം. അപ്പോൾ ഒട്ടും വിഷമം തോന്നിയില്ല. കാരണം ഈ തീ ഇതൊന്നും ആരെ ബാധിച്ചില്ല, ആഞ്ജനേയനെ ലവലേശം ബാധിച്ചില്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, നേരെ ആ ചെന്ന് തീയെല്ലാം അണച്ചു, തീയൊക്കെ അണച്ചു. കാരണം വായു എന്ന് പറയുന്നത് പ്രിയമിത്രമാണല്ലോ. അപ്പോൾ വളരെ പ്രിയമിത്രമായതുകൊണ്ട് തന്നെ അഗ്നിയും വായുവും പരസ്പര സുഹൃത്തുക്കളാണ്. ഒട്ടും പ്രയാസം തോന്നിയില്ല. പിന്നെ സീതാദേവിയുടെ അനുഗ്രഹമുണ്ട്, നിനക്ക് യാതൊന്നും നിന്നെ വേദനിപ്പിക്കില്ല, ഒരു തടസ്സവും നിനക്കുണ്ടാവില്ല എന്നുള്ള സീതാദേവിയുടെ അനുഗ്രഹം കൂടിയുണ്ട്. ആ അനുഗ്രഹം കൂടി ഉള്ളത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നേരെ ആ സീതാദേവിയെ ചെന്ന് കണ്ടു, തൊഴുത് നമസ്കരിച്ചു. ഇനി ഞാൻ പോവാണ് അക്കരയ്ക്ക്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഈ ലങ്കാദഹനത്തിന് ശേഷം പോയിട്ട് വീണ്ടും സീതയെ കാണുന്നുണ്ട്. ലങ്കാദഹനമൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ച് അതിനുശേഷം പിന്നീട് സമുദ്രത്തിൽ ചെന്ന് ആ തീയെല്ലാം അണച്ചു. വാലിലെ തീയെല്ലാം അണച്ചു. അതിനുശേഷമാണ് പിന്നെ അവിടുന്ന് ഭോജനം ഒക്കെ കിട്ടി. ആ ഭോജനമൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ കഴിച്ചു, സമാധാനമായിട്ടാണ് ആരെ കാണാൻ പോകുന്നത്, സീതാദേവിയെ കാണാൻ ചെല്ലുന്നത്. സീതാദേവിയെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ദേവി എനിക്ക് യാത്രാനുമതി നൽകണം, ഞാനിതാ ശ്രീരാമദേവൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ചുമതലയാണ്, അല്പം പോലും ഇതിലൊന്നും യാതൊരു വിഷമവും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഹനുമാൻ ദുഃഖിതയായിട്ടുള്ള സീതാദേവിയെ ആശ്വസിപ്പിച്ചു. അപ്പോൾ സീതാദേവൻ എൻ്റെ ഹൃദയനാഥൻ്റെ ആ വൃത്താന്തങ്ങൾ പറഞ്ഞ നിന്നെ കണ്ടതോടെ എൻ്റെ മനോദുഃഖമൊക്കെ ഇല്ലാതായി, എൻ്റെ നാഥനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നതിലുള്ള സുഖം, ആ സുഖം എനിക്ക് കിട്ടി, സന്തോഷമായി. അപ്പോൾ ഹനുമാൻ വീണ്ടും പറഞ്ഞു, ദുഃഖിക്കരുത്, വിരഹദുഃഖം ഇനി അനുഭവിക്കേണ്ട, എൻ്റെ തോളിൽ കയറിക്കോളൂ, എൻ്റെ തോളിൽ കയറിക്കോളൂ. ഞാൻ നിമിഷ നേരം കൊണ്ട് പ്രാണനാഥൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കാം. നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ ചേർത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും ദുഃഖം ഞാൻ ഇന്ന് തന്നെ ഇല്ലാതാക്കാം. അപ്പോൾ സീതാദേവി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, അത് നിനക്കൊട്ടും പ്രയാസമില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ആ സുചരിതനായിരിക്കുന്ന രഘുപതി ദിവ്യാസ്ത്രം കൊണ്ട് കടൽ വറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ഏതുവിധ അണകെട്ടിയിട്ടോ വാനര സൈന്യത്തോടുകൂടി വന്ന് ആ രാവണനെ വധിച്ച് എന്നെ കൊണ്ടുപോകണം. അല്ലാതെ രാത്രിയിൽ രഹസ്യമായിട്ട് കൊണ്ടുപോയാൽ അതെൻ്റെ പ്രാണനാഥൻ്റെ സൽപ്പേരിന് കളങ്കമാണ്. അതുകൊണ്ട് രഘുകുല തിലകൻ ഇവിടെ വന്ന് പൊരുതി രാവണനെ വധിച്ചിട്ട് വേണം എന്നെ കൊണ്ടുപോകാൻ. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യുക, അത്ര നാളും ഞാൻ ജീവനോടെ ഇരിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ സീതാദേവിക്കും സന്തോഷമായി, പിന്നെ ഹനുമാനും സന്തോഷമായി. സീതാദേവി ഹനുമാനെ യാത്രയാക്കി. അങ്ങനെ തൊഴുത് യാത്ര പറഞ്ഞ് ഹനുമാൻ വളരെ വേഗത്തിൽ ആ മഹാസമുദ്രം ചാടിക്കടന്നു. അങ്ങോട്ട് പോയപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല ഇങ്ങോട്ട്. അതുകൊണ്ട് ക്ഷണനേരത്തിൽ തിരിച്ചു വന്നു. ആ ഹനുമാനൊന്ന് ഗർജിച്ചു. 3 ലോകങ്ങളും കിടുങ്ങുന്ന രീതിയിൽ ആ ഒരു ഗർജനം. ത്രിഭുവനവും ഉലയവേ മുഹുരൊന്നലറിയിടിനാൻ തീവ്രനാദം കേട്ടു വാനര സംഘവും. ആ ഒരു അലർച്ച വാനര സംഘം കേട്ട് അപ്പോൾ തന്നെ പറഞ്ഞു, ആ ശബ്ദം കേട്ടില്ലേ, ആഞ്ജനേയൻ തിരിച്ചു വരുന്നുണ്ട്, തിരിച്ചു വരികയാണെന്ന് മനസ്സിലാക്കിക്കോളൂ, സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പർവ്വത ശിഖരത്തിൽ ആഞ്ജനേയനെ എല്ലാവരും കണ്ടു, ഓടിച്ചെന്നു. അപ്പോൾ വാനരവീരന്മാരെ, ഞാൻ സീതയെ കണ്ടു. വാനരന്മാരെല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഞാൻ സീതയെ കണ്ടു. കപി നിവഹവീരരെ കണ്ടിതോ സീതയെ കാകുസ്ഥവീരൻ അനുഗ്രഹത്താലഹം. രാമൻ്റെ അനുഗ്രഹത്താൽ ഞാൻ സീതയെ കണ്ടു. രാക്ഷസ വാസസ്ഥാനമായിട്ടുള്ള ലങ്കയും ഉദ്യാനവും ഒക്കെ തകർത്തു തരിപ്പണമാക്കി, എല്ലാം ദഹിപ്പിച്ചു. രാവണനെ നേരിട്ട് കണ്ടു. ഇനി
നമുക്ക് എത്രയും പെട്ടെന്ന് രാമനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വാനരന്മാർ ഓടി വന്ന് ആഞ്ജനേയനെ വാരിപ്പുണർന്നു, അഭിനന്ദിച്ചു. അത് കഴിഞ്ഞ് ഹനുമാനെ മുൻനിർത്തിക്കൊണ്ട് ആർപ്പ് വിളികളോടുകൂടി നേരെ എല്ലാവരും ചെന്ന് പിന്നെ ശ്രീരാമനെ കാണാനായിട്ട്. അപ്പോൾ രാമനെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം കാവലൊക്കെ ഉണ്ട് അവിടെ, അംഗദാദികൾ. അപ്പോൾ അംഗദനോട് പറഞ്ഞു, അംഗദൻ അനുമതി നൽകി. വാനരന്മാർ അപ്പോൾ അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായില്ലേ. പിന്നെ മധുവനത്തിൽ ചെന്ന് തേനൊക്കെ ധാരാളമായിട്ട് കുടിച്ചു, പഴുത്ത പഴങ്ങളൊക്കെ ഭക്ഷിച്ചു. പിന്നെ നേരെ ദധിമുഖൻ്റെ നിർദ്ദേശം, ദധിമുഖനാണ് ആ മധുവനം പാലിക്കുന്നത്, ആ ദധിമുഖൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവിടുന്ന് പിന്നെ നേരെ എല്ലാവരും ചെന്ന് രാമൻ്റെ അടുത്തേക്ക്. അപ്പോൾ സന്തോഷമായി. ദധിമുഖൻ്റെ ആ ഒരു ചെറിയൊരു കാര്യം ഇതൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മധുവനം തകർത്തു വാനരന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കാവൽക്കാരൻ ദധിമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗ്രീവൻ്റെ അമ്മാവനാണ്, തന്നെയാണ്. അതെ. അപ്പോൾ പിന്നെ എന്തായാലും രാക്ഷസ രാജ്യം മുഴുവൻ തല്ലി തകർത്തിട്ട് ഹനുമാൻ തിരിച്ചു വന്നു എന്നുള്ള സന്തോഷം. അപ്പോൾ കാര്യസാധ്യം കഴിഞ്ഞ് തിരിച്ചു വന്നു, വളരെ സന്തോഷമായി. അപ്പോൾ വന്നു നേരെ എത്രയും പെട്ടെന്ന് സുഗ്രീവൻ പറഞ്ഞു, പിന്നെ കൂട്ടിയിട്ട് വരൂ, ആഞ്ജനേയാദികൾ എല്ലാവരെയും കൂട്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ, അംഗദൻ, ജാമ്പവാൻ ഇവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നേരെ ശ്രീരാമചന്ദ്രനെ കണ്ടു. അങ്ങനെ ശ്രീരാമനെ കണ്ട് കാര്യങ്ങൾ സന്ദേശങ്ങൾ വിസ്തരിച്ച് അവിടെ പറയുന്നുണ്ട്. കനിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയെ സങ്കടമെന്നിയേ പറയാണ്. ഞാൻ കണ്ടു, കണ്ടേനഹം ദേവിയെ, കണ്ടു ഞാൻ സീതയെ. അതെ. ഓ കുശലവുമുടൻ വിചാരിച്ചു താവകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലതര ചിഗുരമൊടശോകവനീകയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ. അനശനമട അധികൃശ ശരീരിയായ അന്വഹം ആശരനാരി പരീവൃതയായി ശുചാ അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തയോ സദാ രാമേതി മന്ത്രവും മുഹരവി ജപിച്ചു വിലാപിച്ച് മൂർധാംഗി മേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം. അപ്പോൾ ഞാൻ ആദ്യം ചെറിയൊരു ശരീരമായിട്ട് ഒളിച്ചിരിക്കുക ചെയ്തത്. ഒളിച്ചിരുന്നു. ആ സമയത്ത് രാവണൻ വന്നു. രാവണൻ സീതാദേവിയോട് പറയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ മൈഥിലിയെ കണ്ട് ആ മൈഥിലി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ നീ ആരാണ് എന്താണ് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ആ സമയത്ത് ഞാൻ അങ്ങ് തന്ന അടയാളവാക്യം ഒക്കെ പറഞ്ഞു. അടയാളവാക്യം പറഞ്ഞു വിവരിച്ചപ്പോൾ ദേവിക്ക് ആശ്വാസമായി. എന്നിട്ട് ഞാൻ ആ അങ്കുലീയം സീതാദേവിക്ക് നൽകി. ആ അങ്കുലീയം കയ്യിൽ വാങ്ങി കണ്ണീരൊഴുക്കിക്കൊണ്ട് കുറേ സങ്കടപ്പെട്ടു. പിന്നെ എന്നാലും സമാധാനായി വൃത്താന്തങ്ങളെല്ലാം ഉണർത്തിച്ചു. ഇനി ഒട്ടും പ്രയാസപ്പെടേണ്ട, പിന്നെ എത്രയും പെട്ടെന്ന് ശ്രീരാമചന്ദ്രസ്വാമി വരും, രാവണനെ നിഗ്രഹിച്ച് അയോധ്യാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദേവി ആ ചൂടാരത്നം എൻ്റെ കയ്യിൽ തന്നു. ഭർത്താവിനോടൊത്ത് ആ ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കുന്ന സമയത്ത് മാംസം ഉണക്കാനിട്ടതും ജയന്തൻ വന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തു. ഒരടയാളവാക്യമായിട്ട് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. ദേവന്മാർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നീ ചെയ്തത് എന്ന് രാമൻ. സുഗ്രീവനും സന്തോഷമായി. സുഗ്രീവൻ പറഞ്ഞു, നീ ചെയ്ത കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നീ ചെയ്ത ഉപകാരത്തിന് എൻ്റെ സർവസ്വവും ഞാൻ നിനക്ക് നൽകണം.
കാരണം ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നീ നിർവഹിച്ചിട്ട് തിരിച്ചു വന്നിട്ടുള്ളത് എന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആര് സുഗ്രീവനും ആഞ്ജനേയ സ്വാമിയെ അഭിനന്ദിച്ചു. സന്തോഷത്തോടു കൂടിയിട്ട് വീണ്ടും 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 ആശ്ലേഷിച്ചു രാമൻ. പുനരപി രമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാനാദരാൽ ഉരസി മുഹുരപി മുഹുരണച്ച് പുൽകീടിനാനോർക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം. മാരുതപുത്ര ഭാഗ്യോദയം. എത്ര ഭാഗ്യം സുഹൃതം ചെയ്തവനാണ് ആഞ്ജനേയൻ. ഈ ഇങ്ങനെ ആ പൂർണ്ണപുണ്യങ്ങളും സൗഭാഗ്യവും തികഞ്ഞവരായിട്ട് ഈ ഭൂമുഖത്തിൽ ആരും തന്നെയില്ല എന്നിങ്ങനെ ആ ശ്രീ പരമേശ്വരൻ പാവനമായ ആ രാമകഥ അരുളി ചെയ്തു. അത് കേട്ട് പാർവതി ഭക്തി പരവശയായിട്ട് രാമദേവനെ നമസ്കരിച്ചു എന്ന് ആ സുന്ദരമായ സുന്ദരകാന്ഡം പൂർണ്ണമായി. സർ, അങ്ങ് വളരെ സുന്ദരമായ രീതിയിൽ സുന്ദരകാന്ഡം അവതരിപ്പിച്ചു. ഒന്ന് രണ്ട് സംശയങ്ങൾ ഈ സുന്ദരകാന്ഡത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും പൊതുവായിട്ട് വന്ന അങ്ങനെ ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട്. ശാരിക പൈതൽ ഒരു തത്തയെ കൊണ്ടാണ് ഈ കഥ മൊത്തം പറയിപ്പിക്കുന്നത്. അതെ, സുന്ദരകാന്ഡത്തിൻ്റെ തുടക്കത്തിൽ ഈ സകല സുഖ കുലവിമല തിലകിത കളയബരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വരാ എന്നാണ് ഈ തത്തയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഓരോ കാണ്ഡം തുടങ്ങുമ്പോഴും ഈ കഥ പറയുന്ന തത്തയെ വളരെ മനോഹരമായി ഈ സാരസ്യ പീയൂഷ സാര സർവസ്വം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തത്തയുടെ ഒരു പ്രാധാന്യം, തത്ത എന്താണ്, ഈ ആരെയാണ് ഈ തത്തയായിട്ട് നമ്മുടെ കവി, നമ്മുടെ ഭാഷാപിതാവ് സങ്കല്പിച്ചിരിക്കുന്നത്? അതിന് പ്രത്യേകിച്ച് അധ്യാത്മരാമായണത്തിൽ ഇതിനൊരു പ്രത്യക്ഷത്തിലുള്ള ഒരു ഉത്തരമില്ല. പക്ഷെ നമുക്ക് അനുമാനിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു തത്ത, ഈ തത്തയ്ക്ക് എന്തുകൊണ്ട് പ്രാധാന്യം? കാരണം കിളിയാണല്ലോ പാടുന്നത്. അതെ, അങ്ങനെ കിളി പാടുന്നതായതുകൊണ്ടാണല്ലോ കിളിപ്പാട്ട് എന്നുള്ളത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് തുഞ്ചത്താചാര്യൻ. അതെ, അദ്ദേഹം ഒരു രാജമാതംഗി ഭക്തനാണ്. അപ്പോൾ രാജമാതംഗി ഭക്തനാണ്. നമുക്കറിയാം മാതംഗിയുടെ കയ്യിൽ ഒരു തത്തയുണ്ട്. ആ തത്ത വെറും തത്തയല്ല, രാമകഥ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു തത്തയായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പല പല സ്തോത്രങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാം ആ തത്ത രാമകഥകളിങ്ങനെ പാടുന്നതായിട്ട്, മാതംഗി ദേവിക്ക് കേൾക്കാനായിട്ട്. അതെ, ഈ മാതംഗി ഉപാസകനാണ് നമ്മുടെ തുഞ്ചത്താചാര്യൻ. അതുകൊണ്ട് ആ മാതംഗിയുടെ കയ്യിലെ തത്തയായിരിക്കണം ഈ കഥ പറയുന്ന, ഇവിടെ രാമകഥ പറയുന്ന തത്ത. ഇത്രയും അറിവുള്ള ഈ ലോക അതാണല്ലോ, കാരണം അത്രമാത്രം അറിവില്ലാതെ ഈ ഇത്രയും അതിഗംഭീരമായിട്ടുള്ള വാക്കുകളല്ലേ, മനോഹരമായിട്ടുള്ള വർണ്ണനയല്ലേ, ഇത്രയും ആഴത്തിൽ ഈ അധ്യാത്മരാമായണത്തിൽ മറ്റൊരാളെയും വർണ്ണിച്ചിട്ടില്ല, തത്തയെ വർണ്ണിച്ചേക്കുന്നത് പോലെ. അതെ അതെ അതെ, അതൊരു വളരെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് ആഞ്ജനേയ സ്വാമിയൊക്കെ മഹാവൈയാകരണനായിട്ടൊക്കെ വർണ്ണിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ തത്തയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പിന്നെ ഭാഗവതത്തില് പിന്നെ ശ്രീ ശുഖബ്രഹ്മർഷി ഉണ്ട്, വ്യാസപുത്രനായിട്ടുള്ള ശുഖബ്രഹ്മം. ആ ശുഖബ്രഹ്മവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുഖം എന്ന് പറഞ്ഞാൽ തത്തയാണ്. ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം എന്ന് പറയുന്നുണ്ട്. ശുഖമുഖാത് ആ കിളിയുടെ കിളി കൊത്തിയ പഴം എന്ന് പറയുന്നത്, കിളി കൊത്തിയ പഴം, ശുഖമുഖാത് കിളി കൊത്തിയ പഴം. ആ പഴത്തിൻ്റെ സാരമായിട്ടുള്ള അമൃതമാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഓ ശരി, അതല്ലേ. അപ്പോൾ അവിടെയും നമുക്കൊരു തത്തയെ കാണാം. അതുകൊണ്ട് തത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇവിടെ നമുക്ക് ഈ മാതംഗി ദേവിയുടെ കയ്യിലെ തത്തയായിരിക്കാം ഈ ഒരു ശുഖം, ഈ കിളി എന്ന് നമുക്ക് അനുമാനിക്കാം. സർ, വളരെ സന്തോഷം. സുന്ദരകാന്ഡം നമ്മൾ സമാപിച്ചിരിക്കുകയാണ്. അടുത്തത്
യുദ്ധകാണ്ഡത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങ് വളരെ മനോഹരമായി സുന്ദരമായി പ്രേക്ഷകർക്ക് വേണ്ടി ജനൻ ടി വിക്ക് വേണ്ടി ഈ രാമായണത്തിൻ്റെ കഥാകഥനം ഈ ഭാഗം വരെ എത്തിച്ചു. നന്ദി, നമസ്കാരം. നമസ്തേ.